ഇതുപോലെ ഭർത്താക്കന്മാരെ ജ്യേഷ്ഠാനുജന്മാർ സഹോദരിമാര് ചിന്തിക്കേണ്ടത് അവർ നിങ്ങൾ കന്യരാണ്. അവരുമായി കൂടി പെരുമാറുന്നതും അവരുമായി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരും അവരെ വേക്കിൽ കയറി യാത്ര പോകുന്നതും ഇതൊക്കെ മതം നിരോധിച്ചതാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ അവിടത്തോടൊരു സ്വഹാബി ചോദിക്കുന്നു, നബിയേ, എനിക്കെന്റെ സഹോദരന്റെ ഭാര്യയെ കാണാൻ പറ്റുമോ? അള്ളാന്റെ റസൂല് ഒറ്റ വാക്കിൽ പറ്റില്ല എന്ന മറുപടി പറയാതെ അത് മരണതുല്യമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് അതിന്റെ കാരണം? അന്യരുമായി എപ്പോഴെങ്കിലും കാണുന്നത് പോലെയല്ല. ഒരേ വീട്ടിൽ താമസിക്കുന്നവർ അമിതമായി അടുത്താൽ അതുകൊണ്ട് ഒരുപാട് അപകടങ്ങളുണ്ട്. ജ്യേഷ്ഠന്റെ ഭാര്യ, അവളെയും കൂട്ടി അനുജൻ, പ്രായപൂർത്തിയായ അനുജൻ ബൈക്കുമ്പലാണ് അവളെ വീട്ടിലേക്ക് കൊണ്ടാക്കുന്നത്, തിരിച്ചു കൊണ്ടുവരുന്നതും. ആശുപത്രിയിലേക്ക് അവളെയും കൂട്ടി ഇവൻ ഒറ്റക്കാണ് പോകുന്നത്. ഹോട്ടലിൽ കയറി ഇവർ ഒന്നിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. പിശാചിന്റെ ദുർബോധനം, ഒരാണും പെണ്ണും ഒരുമിച്ചു ചേർന്നാൽ വളരെ വലിയ അപകടമുണ്ടാക്കുമെന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ദുർബല നിമിഷത്തിൽ ഒരു തെറ്റായ സിഗ്നൽ വാക്കിലൂടെയോ കണ്ണുകൊണ്ടോ കരങ്ങളിലൂടെയോ ഉണ്ടായാൽ ലജ്ജ എന്ന് പറയുന്ന ഒരു വൻമതിലാണ് മനുഷ്യന്റെ തിന്മകൾക്കിടയിൽ ഇന്ന് ആകെ ഉള്ളത്. ഈമാൻ വളരെ നേർത്തു പോയിട്ടുണ്ട്. നാണമെന്ന് പറയുന്ന ഒരു മതില്, ആ മതിലങ്ങ് പൊളിഞ്ഞാൽ ഒരു വീട്ടിൽ താമസിക്കുന്നവർക്ക് അവസരമാണ് എപ്പോഴും ഉള്ളതെന്ന് നമ്മൾ മറക്കരുതേ. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങളുടെ ഏതെങ്കിലും മക്കളുടെ ഭാര്യമാരെ മറ്റ് ആൺകുട്ടികളുടെ കൂടെ ഒറ്റക്ക് നിങ്ങൾ ഒരിടത്തും വിടാൻ പാടില്ല. അവരെല്ലാം കൊണ്ടുപോയാക്കാനും തിരിച്ചു കൊണ്ടുവരാനും ഏൽപ്പിക്കേണ്ടത് ഒന്നുകിൽ കൂടെ നിങ്ങളും പോകണം, അല്ലെങ്കിൽ മഹറമായ ആളുകളെ കൂടെയാക്കണം. അല്ലാതെ പാടില്ല. ഇത് പല കുടുംബങ്ങളിലും വളരെ വലിയ കയ്പ് നീര് കുടിപ്പിച്ച അനുഭവങ്ങൾ